ദൈവവും ബിംബവും തമ്മിൽ വ്യത്യാസമുണ്ടോ? വിശ്വാസികൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണോ, അല്ല ബിംബാരാധകരാണോ? ഈ ചോദ്യം നിങ്ങളുടെയും ചോദ്യമാണ് എന്ന ഒരു ധാരണയിലാണ് ഇത് സംബന്ധമായ ചില ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നു. ഇതിന് ഒരു പ്രത്യേകമായ വ്യക്തമായ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം സൂചിപ്പിച്ചെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ പശ്ചാത്തലം വളരെ ഹ്രസ്വമായി സൂചിപ്പിക്കട്ടെ. ഞാൻ മുൻപ് 2-3 വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയവും നിർണായകരവുമായ ഘട്ടം 2007 മുതൽ 2016 വരെ ഞാൻ ഒരു കോളേജിൻ്റെ ചുമതലയിൽ സേവനമനുഷ്ഠിച്ച കാലഘട്ടമാണ്. അത് വലിയ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. അതിൻ്റെ ക്ലേശം സംഘടിതമായ ശക്തികൾ, അനേക ശക്തികൾ എനിക്കെതിരെ അണിനിരന്നു എന്നത് മാത്രമല്ല, അങ്ങനെ അതുതന്നെ ആയിരുന്നു. ഈ രാജ്യത്തെ വൻകിട ശക്തികൾ അനേകം സംഘടിതമായി എനിക്കെതിരെ അനുദിനം കെണികൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്ന ഒരു കാലഘട്ടം. അവയെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ അവയോട് മത്സരിക്കുക, അവയെ അതിജീവിക്കുക എന്നത് മാത്രമായിരുന്നില്ല എൻ്റെ പ്രശ്നം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഒരു തീച്ചൂളയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ ചുവടും എന്നെപ്പറ്റിയുള്ള ദൈവഹിതത്തിന് അനുയോജ്യമായിട്ടാണോ, ഞാൻ ദൈവത്തെ അനുസരിച്ചാണോ, അല്ല എൻ്റെ ദുരഭിമാനത്തിൻ്റെ വഴിയിലാണോ സഞ്ചരിക്കുന്നത് എന്നതിനെപ്പറ്റി ആന്തരികമായി എനിക്ക് ഒരു നിശ്ചയം പ്രാപിക്കേണ്ട വലിയ അത്യാവശ്യം അനുഭവപ്പെട്ടു. അപ്പോൾ ദൈവത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത്, അനുഭവിച്ചത്, അനുസരിച്ചത്? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ജീവിതത്തിൻ്റെ ഹൃദയഭാഗമാണ് എന്ന ഒരു വ്യക്തമായ ധാരണ ഈ 8-9 വർഷത്തെ വളരെ ക്ലേശകരമായ യാത്രയിൽ കൂടെ പ്രാപിപ്പാൻ ഇടയായത് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക മാത്രമാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം. എനിക്കിവിടെ വളരെ വ്യക്തമായി വിനയത്തോടെ ഏവരെയും അറിയിക്കാനുള്ള ഒരു പരമാർത്ഥം, ഒരു സത്യം, എല്ലാവരും ധരിച്ചിരിക്കണമെന്ന് ഞാൻ നന്നേ ആഗ്രഹിക്കുന്ന ഒരു സത്യം മാത്രം. എന്താണ്? ഈ സുപ്രധാനമായ ഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്ലേശമേറിയ, സംഘർഷപൂരിതമായ, അതേസമയം തന്നെ ഏറ്റവും അധികം അർത്ഥവത്തായ ആ ഒരു ഘട്ടത്തിൽ കൂടെ ഞാൻ എൻ്റെ ജീവിത യാത്ര, വിശ്വാസ പ്രയാണം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പരമ്പരാഗതമായി പുരോഹിത വർഗത്തിൻ്റെ ശുശ്രൂഷകളിൽ കൂടെ സഭകൾ എല്ലാ തലമുറകൾക്കും നൽകിക്കൊണ്ടുവരുന്ന പഠിപ്പീരുകൾ, ഉപദേശങ്ങളിൽ കൂടെ ഒരു സഹായവും, ഒരു വെളിച്ചവും, ഒരു ആത്മധൈര്യവും പ്രാപിപ്പാൻ എനിക്ക് ഇടയായില്ല. ഈ തീച്ചൂളയിൽ കൂടെ ഞാൻ നടന്നപ്പോൾ പരമ്പരാഗതമായി എനിക്ക് ലഭിച്ച അറിവുകൾ, മതപരമായ താരിഫുകൾ തികച്ചും ഉപയോഗശൂന്യമായിരുന്നു എന്നത് കർത്തൃനാമത്തിൽ ഏവരെയും അറിയിക്കുക എൻ്റെ കടമയാണ്. കാരണം ഞാൻ പോയ വഴിയെ സഞ്ചരിക്കേണ്ടി വന്നാൽ ആ സമയത്ത് തികച്ചും അനുഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ലായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ യാതൊരു കഴമ്പുമില്ലായിരുന്നു, വെറും പ്രയോജനശൂന്യമായ പാഴ് വാക്കുകളാണ്, പാഴ്
ക്രിയകളാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. അർത്ഥവത്തായതിനെ അറിയുവാനോ അനുഭവിപ്പാനോ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സാധിച്ചില്ല എന്ന ഭീകരമായൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയാതെ പോകുന്നത് നാം വെറും ദിനചര്യയിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു ജീവിത രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. അർത്ഥവത്തായി നാം ജീവിക്കുമ്പോൾ, ഫലവത്തായി നാം ജീവിക്കുമ്പോൾ, നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് അനുദിനം അതിനെ അനുസരിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ, അപ്പോൾ മാത്രമേ നാം ഇതുവരെ പ്രാപിച്ചിട്ടുള്ള ധാരണകളുടെയും അത് നമ്മെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥകളുടെയും പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നാം സാധാരണ ദിനചര്യയിൽ മാത്രം തങ്ങി നിൽക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ ചില ജോലികളൊക്കെ ചെയ്യുന്നു, വൈകിട്ട് കിടന്നുറങ്ങുന്നു. ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇവിടെ ദൈവത്തെ അറിയേണ്ട കാര്യമില്ല. ഇവിടെ വിശ്വാസത്തിനും തൃത്വത്തിനും അവിടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണത്തിനും യാതൊരു പ്രസക്തിയുമില്ല. അതേസമയം തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് ദൈവമാണ്. ഇപ്രകാരം പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങൾ നൽകി ഞങ്ങളെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ പിറകിൽ കൃത്യമായ ദൈവികമായ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളെ അറിയുകയും നിവൃത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ആത്മീയമായ കടമ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിത പ്രയാണത്തിൽ ഓരോ ഘട്ടത്തിലും ദൈവഹിതം അറിഞ്ഞ് അതിനെ അനുസരിച്ച് മുൻപോട്ട് പോകും എന്ന ഒരു കാഴ്ചപ്പാടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം എന്നുള്ളത്. മറ്റൊന്നും വിശ്വാസ ജീവിതമായി കണക്കാക്കാൻ യാതൊരു ന്യായവുമില്ല. പക്ഷേ നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നാം ഇതുവരെ പ്രാപിച്ച പലവിധമായ ധാരണകൾ, ഞാൻ അറിവുകൾ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ധാരണകൾ, അത് സംബന്ധമായ പരിശീലനങ്ങൾ, ഇവയൊക്കെയും യാതൊരു പ്രയോജനവുമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നല്പം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ഈ ചിന്ത അധികം ദീർഘിപ്പിക്കുകയില്ല, അവസാനിപ്പിക്കാൻ പോകുകയാണ്. പുരോഹിത വർഗം നമുക്ക് നൽകുന്ന ഒരു ദൈവബോധമുണ്ട്. അതിന് അതിൻ്റേതായ കൃത്യമായ സ്വഭാവമുണ്ട്. അതെന്താണ്? ദൈവം നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കത്തിനും ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. മനുഷ്യരിൽ നിന്നും അങ്ങ് ദൂരെ എവിടെയോ സ്ഥിതി ചെയ്യുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീയുമായി യേശു നടത്തുന്ന സംവാദത്തിൽ ദൈവം ഇരിക്കുന്നത് യഹൂദൻ്റെ മലയുടെ മുകളിലാണോ അല്ല ശമര്യക്കാരുടെ മലയുടെ മുകളിലാണോ എന്ന ഒരു വലിയ ചോദ്യം. ഇതാണ് വിവാദം. ഈ വിവാദത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? യേശു പറയുന്നു ഇതിനൊരു കച്ചിത്തുരുമ്പിൻ്റെ പ്രസക്തിയില്ല, നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇങ്ങനെയുള്ള ധാരണകളും മതസംബന്ധമായ വിവാദങ്ങളും ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നമുക്കറിയാം നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്തീയ മതപരമായ വിവാദങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനേതെങ്കിലും വിധത്തിലുള്ള ആത്മീയമായ പ്രസക്തിയോ പ്രയോജനമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിലുള്ള ഈ തെരുവ് യുദ്ധം അത് മതപരമായ ചില സങ്കല്പങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഞാൻ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ കിടക്കണം, അല്ല ദേവലോക അരമനയുടെ കീഴിൽ കിടക്കണം. സഹോദരി സഹോദര, നിന്നെ ആരുടെയും കീഴിൽ കിടക്കാനല്ല വിളിച്ചിരിക്കുന്നത്. പൗലോസപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിമേലാൽ ആരുടെയും അടിമത്തത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ നിങ്ങളായി പോകരുത്. ഒരു സിംഹാസനത്തിൻ്റെയും കീഴിൽ കിടക്കാനല്ല നിന്നെ വിളിച്ചത്. നീ ഒരു ചവിട്ടുകൊറ്റയോ ഡോർമാറ്റോ ഒന്നുമല്ല, ഒരു കസേരയുടെ കീഴിൽ കിടക്കുന്ന പൂച്ചയും എലിയുമല്ല. നീ പ്രത്യേകതയുള്ള അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നിന്നെ ഇങ്ങനെ തരം താഴ്ത്തരുത്, സ്വയം അപമാനിക്കരുത്, നിൻ്റെ മുഖത്തിങ്ങനെ നിന്നെ തന്നെ തുപ്പരുത്. വലിയ ദൈവഭക്തിയിൽ ആവേശത്തോട് നീ നിൻ്റെ മുഖത്ത് തുപ്പിയാൽ ആ തുപ്പൽ അമൃതാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് നിറച്ചിരിക്കുകയാണ്. അതിന് തുല്യമാണ് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസസിൽ നടക്കുന്ന ഈ ദിവ്യബലിയെ പറ്റിയുള്ള തെരുവ് യുദ്ധം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ആശയം
വിവാദപരമായ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യത്തോടോ യാഥാർത്ഥ്യത്തോടോ പുലബന്ധം പോലും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പുരോഹിതവർഗം ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവീകമെന്ന് ആത്മീയമെന്ന് അവർ സങ്കല്പിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ഏതോ സങ്കല്പങ്ങൾ, പ്രതിഭാസങ്ങൾ, ഏതൊക്കെയോ ചിന്തകൾ, കഥകൾ, പ്രതീക്ഷകൾ, ലക്ഷ്യങ്ങൾ ഇവയാണ്. നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തോട് ബന്ധമുള്ളതും പ്രസക്തമായതും പ്രയോജനമായുള്ള ഒരു കാര്യത്തിൽ പോലും പുരോഹിത മേൽക്കോയ്മയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മതത്തിൻ്റെ ഉള്ളിലും വിഭവങ്ങൾ ഉണ്ടാകുകയില്ല എന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ യേശുവിൻ്റെ മാർഗത്തിൽ ഉള്ള നമ്മുടെ സഞ്ചാരം ആരംഭിക്കാൻ പോലും സാധ്യമാകുകയുള്ളൂ എന്നതാണ് അരനൂറ്റാണ്ടിലേറെ 4 സുവിശേഷങ്ങൾ തിരിച്ചും മറിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തിക്ക് എന്ന നിലയിൽ എനിക്ക് വെളിപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇപ്പോൾ വളരെ വ്യക്തമായി ധരിക്കേണ്ട ഒരു വ്യത്യാസം, ഇത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പുരോഹിത വർഗം ദൈവത്തെ അറിയുന്നത് ഒരു ബിംബമായിട്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സത്യം, നമ്മുടെ മനസാക്ഷി, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീകമായ യാത്ര, ആത്മീകമായ ഉള്ളടക്കം, അതിന് വെളിയിൽ നിൽക്കുന്നത് മുഴുവനും ബിംബങ്ങളാണ്. ബിംബം എന്താണ്? അവിടെ ഇരിക്കുന്ന ദൈവം. അവിടെ ഇരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എന്നിൽ നിന്ന് വ്യത്യസ്തമായി, എന്നിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഭാസം. അത് ബിംബം മാത്രമാണ്. അതിന് നാം യേശു എന്ന് പേര് കൊടുത്താലും യഹോവ എന്ന് പേര് കൊടുത്താലും എല്ലെന്നോ ഇലോഹിമെന്നോ മറ്റെന്ത് പേര് കൊടുത്താലും കണക്കാണ്. ഇത് ബിംബാരാധന തന്നെയാണ്. നിങ്ങൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെയും ആത്മീയ ദർശനത്തെയും ദൗത്യത്തെയും ഒന്ന് ശ്രദ്ധിച്ചാൽ, തന്നിൽ നിന്ന് വ്യത്യസ്തമായ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തെ അന്വേഷിച്ച് അല്ലെങ്കിൽ അനുസരിച്ച് യേശു എന്തെങ്കിലും ചെയ്തെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു, അവൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുന്നത് എനിക്ക് ഭക്ഷണവും പാനീയവുമാകുന്നു. ദൈവത്തെ, തൻ്റെ പിതാവായ ദൈവത്തെ അന്വേഷിച്ച് യേശു യെരൂശലേം ദേവാലയത്തിൽ പോയോ? സിനഗോഗിൽ പോയോ? അല്ലെങ്കിൽ ആ മലയിൽ പോയോ, ഈ മലയിൽ പോയോ? ഒന്നുമില്ലല്ലോ. ദൈവത്തെ ഒരു ആന്തരികമായ വെളിച്ചമായി മനസ്സിലാക്കുകയും ആ വെളിച്ചം തന്നെ ഏത് ദിശയിലേക്ക് നടത്തുവാൻ ഉൾപ്രേരണയായി പ്രവർത്തിക്കുന്നു, അതിനെ അനുസരിച്ചുകൊണ്ട് പൂർണ്ണ സമർപ്പണത്തോടെ ആ ദിശയിലേക്ക് അനുദിനം മുന്നേറുന്ന ആ അവസ്ഥയിൽ മാത്രമേ ദൈവത്തെ അറിയുവാനും അനുഭവിപ്പാനും അനുസരിപ്പാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പരസ്യ ശുശ്രൂഷയുടെയും രത്നച്ചുരുക്കം. എന്നാൽ ഇത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നതിൻ്റെ കാര്യം, നാം പിറന്ന നാൾ മുതൽ പുരോഹിതവർഗത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും പഠിപ്പീരുകളുടെയും പ്രേരണകളുടെയും സ്വാധീനത്തിൽ മാത്രം വളർന്നു വന്നതുകൊണ്ടാണ്. അവർ ഇപ്രകാരമുള്ള ദൈവത്തെ അറിയുന്നില്ല. യേശുവിൻ്റെ ആത്മീയ ബോധം, ദൈവികമായ അനുഭവങ്ങൾ, ഇവയെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു സംഘടിത മതം ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി ഞാൻ ദൈവരാജ്യത്തെ സാക്ഷീകരിപ്പാൻ, അതിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ വന്നു, അതിൻ്റെ വഴി ഞാനാണ് എന്ന് യേശു പറഞ്ഞു. നമ്മളിപ്പോൾ പറയുന്നത് മതത്തിലേക്കുള്ള വഴിയാണ് യേശു എന്നാണ്. അതിനേക്കാൾ വലിയ മണ്ടത്തരം, ഇതിനേക്കാൾ വലിയ അപമാനം യേശുവിൻ്റെ നേരെ അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭക്തി. അതിൻ്റെ കെടുതികളാണ് നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് സംഭവിക്കേണ്ട ഏറ്റവും വലിയ തിരുത്തൽ എന്താണ്? പുരോഹിതൻ കെട്ടിയുണ്ടാക്കിയ ഈ അന്ധവിശ്വാസത്തിൻ്റെയും അർത്ഥശൂന്യമായ സങ്കല്പങ്ങളുടെയും ആകത്തുകയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവസങ്കല്പം, അതിനെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്ന ദൈവസങ്കല്പത്തിലേക്കും ദൈവികമായ അനുഭവത്തിലേക്കും കടന്നു വരുവാൻ വിശ്വാസികൾ കൂട്ടാക്കണം
എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന കർത്തൃനാമത്തിൽ ഞാൻ എവരെയും അറിയിച്ചു കൊള്ളട്ടെ. അങ്ങനെ യേശുവിൽ കൂടെ നാം പ്രാപിക്കുന്ന ദൈവബോധം, ദൈവസങ്കല്പം, അത് ഒരു സംഘടിത മതത്തിൻ്റെയും നാലുകെട്ടിനുള്ളിൽ പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല. അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതയിൽ, അതിൻ്റെ സൂക്ഷ്മതയിൽ അവനോട് അവളോട് നിരന്തരമായി സമ്പാദിക്കുകയും, നീ പോകേണ്ട വഴി ഇതാണ്, നിന്നെപ്പറ്റിയുള്ള ദൈവികമായ ഉദ്ദേശം ഇതാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതായിരിക്കണം, ഇതിനോട് നീതി പാലിക്കണം. അങ്ങനെ ഇതിനോട് നീതി പാലിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള മാറ്റങ്ങൾ സംഭവിക്കണം, നിൻ്റെ വ്യക്തിത്വത്തിൽ ഇപ്രകാരമുള്ള വെളിച്ചം അതിനെ നയിക്കണം. അതിനേറ്റവും ആവശ്യമായ കാര്യം ദൈവഹിതം ആരാഞ്ഞറിഞ്ഞതിനെ നിരുപാധികമായി അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ഒരു ഫോർമുലയിൽ അടക്കി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ചില ആചാരങ്ങളുടെ നാലുകെട്ടിൽ ദൈവത്തെ കെട്ടിയിടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ജീവനുള്ള ദൈവത്തെ ഒരു പള്ളിയുടെ ഉള്ളിൽ കൊണ്ട് എരുത്തിലിൽ കന്നുകാലിയെ കെട്ടിയിടുന്നത് പോലെ തളച്ചിടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അങ്ങനെയുള്ള ദൈവത്തെ കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇതേറ്റവും അപഹാസ്യമായ ഒരു ആശയമല്ലേ? പക്ഷേ പുരോഹിതനോട് ചോദിച്ചാൽ പറയും, ഞാൻ എൻ്റെ ആധിപത്യം വെച്ച് പുലർത്തുന്ന പള്ളിക്കകത്ത് മാത്രമേ ദൈവത്തെ കാണാൻ സാധ്യമാകുകയുള്ളൂ. പള്ളിക്കകത്തും പോരാ, അതിനകത്ത് മദ്ബഹ എന്ന് പറയുന്നൊരു ചെറിയ ഇടമുണ്ട്, അത് അതിവിശുദ്ധ സ്ഥലമാണ്. എൻ്റെ പ്രിയപ്പെട്ട പാദ്രി, ഈ മദ്ബഹ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലമായത്? അവിടെ ദൈവം ഇരിക്കുന്നതുകൊണ്ടാണ്. ബാക്കി സ്ഥലത്തൊന്നും ദൈവമില്ലേ? പുരോഹിതൻ്റെ കണ്ണിൽ മദ്ബഹ അതിവിശുദ്ധ സ്ഥലമാകാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അവൻ്റെ പരിപാടികൾ, ഇപ്പോൾ മന്ത്രം ചെയ്യാനുള്ള കരുക്കൾ അടുത്ത് വെച്ചിരിക്കുന്നു, അവിടെ സാധാരണ ആരും കയറിപ്പോകരുത്, അവന് മാത്രമേ അവിടെ പ്രവേശിക്കാൻ അവകാശമുള്ളൂ എന്ന് പണ്ട് പറഞ്ഞത് അതുപോലെ തന്നെ പുരോഹിതൻ്റെ ചില കാര്യങ്ങൾ, ചില കോസ്റ്റ്യൂംസ്, ചില ഉപകരണങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ദൈവം. ഇത് ബിംബാരാധന അല്ലെങ്കിൽ ഇത് എന്താണ്? ഒരു ബിംബത്തിനെ മാത്രമേ ഇന്ന സ്ഥലത്ത് കൊണ്ട് കുടിയിരുത്താൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പം മദ്ബഹ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കൊണ്ട് കുടിയിരുത്തിയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ അല്ല, നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് സൃഷ്ടിച്ച, നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ബിംബത്തെയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ഈ നാടകം കളിക്കുകയാണ്. അവിടെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ വിറപ്പിക്കുന്നു, ഉടനെ പരിശുദ്ധാത്മാവ് വരുന്നു എന്നൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ ബാറയ്ക്ക് മുറോനടിച്ച്, അതിനിടെ കുറച്ച് സുറിയാനി കരുത്തി, പിന്നെ ഇപ്പുറത്ത് കുറേ ലാറ്റിനും കലക്കി, ഈ ഒരു ആത്മാർത്ഥതയില്ലാത്ത നാടകം, ഇതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമുണ്ട്? പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിതത്തിൻ്റെ തീച്ചൂളയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇതൊക്കെ ഇത് എരിഞ്ഞില്ലാതെയാകും. ഇതൊരു പുക പോലെ അവസാനിക്കത്തില്ല. ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ നിങ്ങൾക്ക് അനിവാര്യം ആവശ്യമായ ചില അത്ഭുത സാധ്യതകൾ അത് യേശുവിൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും പഠിപ്പീരുകളിലുമുണ്ട്. എന്നാൽ അവയിലേക്ക് ശ്രദ്ധ പോകുവാൻ അനുവദിക്കാതെ പുരോഹിതൻ്റെ ഈ നാടകീയമായ ചില പ്രക്രിയകളിൽ മാത്രം വിശ്വാസത്തിൻ്റെ ആകത്തുകയെ ഒതുക്കി നിർത്തിയിട്ട് ജനങ്ങൾ ആജീവനാന്തരം ആത്മീയമായ പട്ടിണിയിൽ പെട്ട് പട്ടുപോകത്തക്കവണ്ണമുള്ള ഒരു പൈശാചികമായ വ്യവസ്ഥിതിയാണ് നിലനിൽക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യവസ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഈ നാണക്കേട്, ഈ സ്കാൻഡലുകൾ, ഈ കുറ്റകൃത്യങ്ങൾ, അപരാധങ്ങൾ, നിയമവിരുദ്ധമായ പരിപാടികൾ, മനുഷ്യൻ്റെ മുമ്പിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ, ഇത് മാത്രം അഴുക്ക് ചാലിൽ കൂടെ മലമൂത്രം ഇങ്ങനെ ഒഴുകുന്നത് പോലെ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവികമാണെന്ന് പറയുകയാണ്. അത് വിശ്വസിക്കുന്നവനെ മനുഷ്യനെന്നെങ്ങനെയാണ് വിളിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, യേശു വളരെ വ്യക്തമായ ഒരു ദൈവസങ്കല്പം നമുക്ക് നൽകി. ആ ദൈവത്തെ ഒരു ആലയത്തിൻ്റെ ഉള്ളിൽ അടച്ചിടുവാനോ ഒരു മലയുടെ മുമ്പിൽ കൊണ്ട് സ്ഥാപിക്കുവാനോ ചില ആചാരകർമ്മങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തുവാനോ സാധ്യമല്ല. ആ ദൈവം മനുഷ്യരുടെ ഉള്ളിൽ വസിക്കുകയും വ്യക്തിത്വത്തിൻ്റെ വെളിച്ചമായി നിരന്തരമായ പ്രേരണയായി ഓരോ വ്യക്തികളെയും അവരെ പറ്റിയുള്ള ദൈവികമായ
പ്രതീക്ഷകൾ നിർവഹിക്കത്തക്കവണ്ണം അവരുടെ വ്യക്തിത്വത്തെ പോഷിപ്പിച്ച് വളർത്തി എല്ലാ നന്മകളും പൂർത്തീകരിക്കാൻ അവരെ സഹായിക്കുന്ന ആത്മീയ ഊർജമാണ്. അതിന് ബാഹ്യമായ ചില അടയാളങ്ങൾ കൊണ്ടോ പ്രക്രിയകൾ കൊണ്ടോ ഒതുക്കുവാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പള്ളിയിലും പട്ടക്കാരിലുമല്ല, സാധാരണ ജനത്തിൻ്റെ സംശുദ്ധമായ സമർപ്പണ ബുദ്ധിയിലും ദൈവഹിതം ആരാഞ്ഞറിഞ്ഞ് അതിനെ നിർവഹിപ്പാനുള്ള അവരുടെ ദാഹത്തിലുമാണ്. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം ഒരു ചെറിയ തോതിൽ അനുഭവിപ്പാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് തുല്യമായ മറ്റൊരു ഭാഗ്യവും ലോകത്തില്ല എന്ന് സാക്ഷീകരിപ്പാൻ എനിക്ക് കഴിയും. എന്നാൽ ആ അവസ്ഥയിലേക്കായിത്തീരുവാൻ എന്നെ സഹായിച്ചത് ഈ മതനാടകങ്ങളുടെ സാമഗ്രികളല്ല, യേശുവിൻ്റെ പഠിപ്പീരുകളും യേശുവിൻ്റെ മാതൃകയും യേശുവിൻ്റെ ആത്മീയ ദർശനവുമാണ്. അതിന് മുമ്പിൽ അന്താളിച്ച് നിൽക്കുന്ന ഒരു പൈതൽ മാത്രമാണ് ഞാൻ. അതിൻ്റെ ഒരു എളിയ സാക്ഷി മാത്രമാണ് ഞാൻ. ഇത് തമ്മിലുള്ള വ്യത്യാസം ഏതെന്ന് വ്യക്തമായി അറിയത്തക്കവണ്ണം പ്രത്യേകതയുള്ള അനുഭവത്തിൽ കൂടെ ദൈവം എന്നെ നടത്തിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കുറച്ചുകൂടെ വെളിപ്പെട്ട് വരത്തക്കവണ്ണം നിങ്ങളുമായി ചേർന്ന് ചിന്തിക്കുന്നതിന് മാത്രമാണ്. ആ കടമ ഞാൻ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വളരെ താല്പര്യത്തോടെ മുറയ്ക്ക് കൃത്യമായി പങ്കെടുക്കുന്നതിനുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും നീതിയുടെ പാതയിൽ നിരന്തരം നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.